പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ഈ ടോർക്കയിൽ ഹല്ലേലൂയ കടന്നു വരാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ എല്ലാ സാവാസനായ നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. I thank the Lord for the privilege that He has given us to come to this town of Torquay and worship the Lord. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ ഷിനു പാസ്റ്ററിനോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank the Lord for Pastor Shinu. ഹല്ലേലൂയ. കഴിഞ്ഞ ഏറെ നാളത്തെ ഹല്ലേലൂയ ഒരുമിച്ചുള്ള ആത്മീയ ബന്ധം കർത്താവിന്റെ ദാസനുമായിട്ടുണ്ട്. I have a long lasting spiritual relationship with Pastor spanning across many years. അതുപോലെ പ്ലിമത്തിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ ബിജു പാസ്റ്ററോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഏകദേശം ഹല്ലേലൂയ 10 വർഷത്തിലധികമായി കമ്പൈൻ വർഷിപ്പായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുന്നു. I thank the Lord for Pastor Viju who's preaching in Plymouth Church. We have been working together in combined worship for over 10 years. ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരപ്പന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. What's important here is that we are all the sons of one father. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ് നമ്മൾ ഓരോരുത്തരും. We are all children of God who have been redeemed by the blood of Jesus Christ. ഹല്ലേലൂയ. കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ആകാശമേഘത്തിൽ എടുക്കപ്പെടാൻ പോവുകയാണ്. We will all be together in rapture when the trumpet sounds on the sky. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കാൺമീൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ഇത്ര വലിയ യോഗ്യത ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. In the scriptures we read, look what great a privilege that has been bestowed on us that we should be called the children of God. അതുപോലെ ഹല്ലേലൂയ സ്തോത്രം ബിജു നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ബിജോയ് പാസ്റ്ററോട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ജോൺ ഹല്ലേലൂയ ബെർണോട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ എൽദോ അതുപോലെ കർത്താവ് ദാസന്മാരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. I also welcome all the other pastors, Pastor Bijoy, Pastor Eldo, Pastor John to this service. പ്രതിയാൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ചർച്ച് മെമ്പേഴ്സിനെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. I also welcome all the members of the congregation, believers who have come to this worship. അല്പസമയം നമ്മൾ ഒരുമിച്ച് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. Let us be prayerful in the presence of the Lord so that us being here for a short period of time is a cause of blessing to us all. ഹല്ലേലൂയ. നമ്മളെ അറിയുന്ന ഒരു ദൈവം ഇന്ന് പൽക്കാലം കടന്നു വന്നിട്ടുണ്ട്. Today we are in the presence of a God who knows us intimately. നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ നമ്മളെ പറ്റി ഒരു പരിധി വരെ മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ നമ്മളെ പൂർണ്ണമായി അറിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇന്ന് പൽക്കാലം നമ്മളായിരിക്കുന്നത്. In our human lives, our spouses, our children, our relatives only know a certain portion of our lives, but today we are in the presence of a God who knows us intimately. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, ദൈവം നമ്മളെ സകലതും അറിയുന്ന ദൈവമാണ്. In the scriptures we read, our Lord knows everything. നമ്മൾ ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു, നമ്മുടെ നിരൂപണം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. He knows us sitting down, as standing up, and lying down, and He knows us from afar. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അല്പനേരം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹല്ലേലൂയ, ഒരു ദൈവവചനത്തിന് ഒരു ആത്മീക കൂട്ടായ്മ ആവശ്യമാണ്. അടുത്തിരിക്കുന്ന ഒരു കരങ്ങളെ കൊടുത്ത് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ മുഖങ്ങളെ കൈകളെ കൊടുത്ത് പറഞ്ഞ് ഒരു ആത്മീക കൂട്ടായ്മ ഇന്ന് പൽക്കാലം നമുക്ക് ആവശ്യമാണെന്ന്. Today can you shake the hands of your neighbor and say, today we need a spiritual fellowship. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് ഇന്ന് പൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. And it is for this fellowship that we are gathered here today. നമ്മൾ എല്ലാ സൺഡേയിലും ഓരോ ചർച്ചിൽ മാറി മാറി ആരാധിക്കാറുണ്ട്. എന്നാൽ ഇന്ന് പൽക്കാലം വർഷത്തിൽ ഒരിക്കൽ നമ്മൾ കടന്നു വന്നപ്പോൾ ഒരു ആത്മീക കൂട്ടായ്മയാണ്. In normal Sundays we worship separately in our churches, but today we are here for a special fellowship. ആ മഹത്വത്തിലേക്ക് വിളിച്ച ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. Let us praise the Lord who has called us to this glory. ഹല്ലേലൂയ. ഷിനു പാസ്റ്ററുടെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തപ്പോൾ ഷിനു പാസ്റ്റർ പല ചർച്ചിൽ പല ആൾക്കാരെ വിളിച്ചു കാണും. എന്നാൽ കാലത്തിന് മുമ്പ് അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപ് നമ്മളെ പേരിയൊലി വിളിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് സകല മാനവും മഹത്വവും ഇന്ന് പൽക്കാലം അറിയിക്കുവാനിടയായി തീരണം. Today let us praise and worship the Lord who has predestined us to be here, who had predestined us from the time we were in our mother's womb to be gathered here in fellowship. യേശു പറഞ്ഞു, ക്രൂശിനെ ഉയർത്തി കഴിഞ്ഞാൽ സകല ജലവും എന്നിലേക്ക് ആകർഷിക്കപ്പെടുവാനിടയായി തീരുമെന്ന്. Jesus said, when I am raised upon the cross, all the multitude will be attracted to me. പ്രൈസ് ദി ലോർഡ്. ആത്മീയ കൂട്ടായ്മയ്ക്ക് ഹല്ലേലൂയ സ്തോത്രം ഹീബ്രു വാക്കിൽ ഹല്ലേലൂയ സ്തോത്രം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൊയിനോനിയ എന്നുള്ള വാക്കാണ്. For the term fellowship is rendered in the Hebrew language as koinonia. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല വിധത്തിലുള്ള കൂട്ടായ്മകളുണ്ട്. എന്നാൽ ലോക മനുഷ്യ രാഷ്ട്രീയക്കാർ ഒരുമിച്ച് കൂടുന്ന കൂട്ടായ്മയുണ്ട്. എന്നാൽ അതിലുപരിയായി ദൈവമക്കൾ ഒരുമിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടും ജീവിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്ന കൂട്ടായ്മയുണ്ട്. There are many kinds of fellowship in this world, but today we are interested in the fellowship that occurs when spiritual children of God are gathered together in one place. അതിൽ വ്യത്യസ്തമായ ഒരു കൂട്ടായ്മയാണ് നമ്മളും ഓരോരുത്തരായ ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ. And a slightly different form of fellowship operates when we are together with our Lord Jesus Christ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചില വേദഭാഗങ്ങൾ വായിക്കാം. എഹെസ്കേലിന്റെ പുസ്തകം 28-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കാം. Let us turn to the scriptures, Ezekiel chapter 28 verse 13. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം
മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. You were in Eden, the garden of God. Every precious stone was your covering. The sardius, topaz, and diamond, beryl, onyx, and jasper, sapphire, turquoise, and emerald with gold. The workmanship of your timbrels and pipes was prepared for you on the day you were created. ദൈവം എല്ലാ സമയത്തും കൂട്ടായ്മ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി സ്വർഗത്തിൽ അനേക ദൂതന്മാരെ സൃഷ്ടിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആ സമയത്ത് നമ്മൾ വായിച്ചതാണ് ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അനേക രത്നം കൊണ്ട് അതിനെ സൃഷ്ടിപ്പാൻ ഇടയായി തീർന്നു. The Lord desires constant fellowship, and it was for this purpose that He had created the holy angels. And here we are told that He created the angel Lucifer with many precious stones covering him. താഴത്തുള്ള വാക്കുകൾ വീട്ടിൽ വായിച്ചു നോക്കണം. ചെറുത്ത് വളർത്തുന്ന കെരൂബുകളായിരുന്നു അത്. ഹല്ലേലൂയ. ദൈവം അഗ്നിമര തേജസ്സിന്റെ മധ്യേന നിർത്തുവാൻ ഇടയായി തീർന്നു. If you read the verses below in your own free time, you can see that the Lord had placed him as an anointed cherub who covers, and He had placed him on top of fiery stones. ദൈവം ആദ്യത്തെ കൂട്ടായ്മ ആചരിപ്പാൻ ആഗ്രഹിച്ച് ദൂതന്മാർ ഒന്നിച്ചാണ്. So the Lord desired to spend fellowship. The Lord desired to spend His time fellowshipping with the angels first. എന്നാൽ ലൂസിഫറിന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ നിങ്ങൾ നീതിയുടെ കണ്ട നിമിഷം മുതൽ നിഷ്കളങ്ക ഇല്ലാത്ത നിമിഷം മുതൽ അതിനെ വെട്ടി താഴെയിടുവാൻ ഇടയായി തീർന്നു. And when the Lord found iniquity in the angel Lucifer, He cut him down from heaven. ദൈവവേദനായ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഹല്ലേലൂയ അന്തരംഗം യേശുവിനാൽ നിറയപ്പെടുവാൻ ഇടയായി തീരണം. അല്ല സാഹസം കൊണ്ട് നിറയുവാൻ ഇടയാകരുത്. So let us examine our own lives so that our life is full of righteousness and not full of iniquity. അതുപോലെ നമ്മുടെ ഹൃദയം വിശുദ്ധിയാൽ നിറയപ്പെടണം, അശുദ്ധിയാൽ നിറയപ്പെടുവാൻ പാടില്ല. Our lives should be holy. It should not have unholy acts contained within it. ഹല്ലേലൂയ. അതെല്ലാം മനസ്സിലാക്കിയ കർത്താവ് എന്നറിയാമോ അതിനെ വെട്ടി താഴെയിടുവാൻ ഇടയായി. But when the Lord understood that there was iniquity in the heart of Lucifer, He cut him down. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമുക്ക് നോക്കാം. Let us go to Isaiah chapter 14 verse 12. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു നിലത്ത് വീണു? How you are fallen from heaven, O Lucifer, son of the morning. How you are cut down to the ground, you who weaken the nations. പ്രൈസ് ദി ലോർഡ്. മലയാളം ബൈബിളിൽ കൊടുത്തതിനേക്കാളും KJV ബൈബിൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ലൂസിഫറിനെ ആകാശത്ത് നിന്ന് വെട്ടേറ്റ് വീഴുവാൻ ഇടയായി തീർന്നെന്ന്. In the KJV Bible, it is given slightly more clearly than in the Malayalam version how the Lord cut down the angel Lucifer from അവന്റെ heaven. ഹൃദയത്തിൽ ഇപ്രകാരം ചിന്തിപ്പാൻ ഇടയായി തീർന്നു. ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കയറും, ദൈവത്തിന്റെ സിംഹാസനം മുകളിൽ ഞാൻ സിംഹാസനം വെക്കുവാൻ ഇടയായി തീരുമെന്ന്. Lucifer thought in his heart that he will ascend into the heavens and would place his throne above that of God. അവന്റെ ഹൃദയത്തിലെ ആ സാഹസവും ദൈവത്തെക്കാൾ വലുവനാൻ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് അല്ല ദൈവം അവനെ വെട്ടി താഴെയിടുവാൻ ഇടയായി തീർന്നു. As his heart filled with violent and profane thoughts, the Lord understood this and cut him down instantly. അതിനുശേഷമാണ് ഹല്ലേലൂയ ദൈവമായ കർത്താവ് അടുത്തൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി കടന്നു വരുന്നത്. ഏതേൻ തോട്ടത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. And when the Lord found that the fellowship of the angels was not truly perfect, then He came down to the fellowship of humans in the Garden of Eden. ആദാമിനെ ഹവ്വായെയും ഹല്ലേലൂയ തന്റെ കരം കൊണ്ട് ദൈവം നിർമ്മിക്കുവാൻ ഇടയായി തീർന്നു. He created Adam and Eve with His own hands. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും He created them in His image and likeness. ലോകത്തിലുള്ള സകല ചരാചരങ്ങളെയും വാക്കിനാൽ ഉളവായപ്പോഴ് മനുഷ്യനെ മാത്രം ദൈവമായ കർത്താവ് തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണ് കൊണ്ടെടുത്ത് മെനയുവാനിടയായി തീർന്നു. As every other created being on this earth was created with the sound of God, He created human beings with His own hands in His image and in His likeness. അതുകൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവത്തെ സ്തുതിക്കണം, ആരാധിക്കണമെന്ന്. And that is why the Lord desires that each one of us should praise and worship Him. ദൈവം ചിന്തിച്ചു സൃഷ്ടിച്ചാക്കിയ ദൂതൻ ദൈവത്തെ ആരാധിക്കുമെന്ന്. എന്നാൽ ദൂതൻ ഒരു ഗണം അല്ലെങ്കിൽ വീണുപോയപ്പോഴ് ആദാവിനെ അവയെ സൃഷ്ടിച്ച് വെയിലാർന്ന സമയത്ത് നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കാം. Let's go to Genesis chapter 3 verse 8, where the Lord is found wanting the fellowship of human beings when the fellowship of the angels was lacking. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. And they heard the sound of the Lord God walking in the garden in the cool of the day. And Adam and his wife hid themselves from the presence of the Lord God among the trees of the garden. വെയിലാറുന്ന സമയത്ത് എല്ലാ ദിവസവും ഏതെങ്കിലും തോട്ടത്തിൽ ഹല്ലേലൂയ ആദാവിനും ഹവ്വയോടൊപ്പം സംസാരിക്കുവാനും നടക്കുവാനും കടന്നു വരുവാനും ഉണ്ടായിട്ടുണ്ട്.
So the Lord used to come in the cool of the day to spend time and fellowship with Adam and Eve in the Garden of Eden. എന്നാൽ തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞു. അവർ തിന്നുവാൻ പാമ്പ്, ഹല്ലേലൂയ, എവിടെന്നറിയാമോ? സ്വർഗത്തിൽ നിന്ന് വെട്ടിവിട്ട ആ പാമ്പുണ്ടല്ലോ, ഹല്ലേലൂയ, ഏതേൻ തോട്ടത്തിലേക്ക് വന്നിട്ട് ആ ദൈവത്തോട് നീ സംസർഗം കൂടുവാന്ന് ചോദിച്ചിട്ട് മനുഷ്യന്റെ ഹൃദയത്തെ വശീകരിക്കുവാനിടയായി തീർന്നു. But the snake, that is the snake that was cut down from heaven, came down to the earth and seduced the hearts and minds of the human beings, so that they would take from the fruit of the forbidden tree, so that they would be cut off from the fellowship from the Lord God. നമ്മൾ ചിന്തിക്കണം, ഹല്ലേലൂയ, ദൈവമായ കർത്താവ് എല്ലാ ദിവസവും വൈകിട്ട് കടന്നു വരും. അത്രത്തോളം അടുത്ത ദൈവമായിട്ട് ബന്ധമുള്ള ആദാവിനെ അവയെയും വശീകരിച്ചുവെങ്കിൽ ആ ദുഷ്ടനായ പിശാച് നമ്മളെ ഓരോരുത്തരെയും വെറുതെ വിടത്തില്ല. ഹല്ലേലൂയ, ഏത് സമയത്തും നമ്മളെ അറ്റാക്ക് ചെയ്യുവാൻ കടന്നു വരും. എന്നാൽ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. So we must remember that as the snake seduced Adam and Eve, who spent their time in constant fellowship with the Lord, how much more should we be careful so that we are not seduced by the devil from spending time with God. തോട്ടത്തിലൂടെ നടക്കുന്ന കാലൊച്ച ആദാവാൻ കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ഓടി ഒളിക്കുവാനിടയായി തീർന്നു. But on this particular day, as Adam heard the footsteps of the Lord in walking in the Garden of Eden, he tried to hide from God. ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന, ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവസന്നിധി വിട്ട് നമ്മൾ ഓടി ഒളിക്കുവാൻ പാടില്ല. Today the Lord is reminding you not to try and hide yourself as he wants to speak to you today. പെട്ടകത്തോട് ചേർന്ന് കിടന്ന സമൂയേൽ ബാലൻ എന്നറിയാമോ, ദൈവത്തിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അവൻ ദൈവത്തോട് അടുത്തു വരുവാനിടയായി തീർന്നു. The boy Samuel, who slept beside the ark of the covenant, when he heard the sound of the Lord's voice, he came closer to the Lord. എല്ലാവരും കിടന്ന് ഉറങ്ങി കഴിയുന്ന സമയത്ത് അല്പസമയം ദൈവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ സമീപത്ത് കടന്നു വന്ന് നമ്മുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ അറിയുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത്. Today you have come to worship a Lord God who is ready to come close to you if you will pray to him in the darkness of the night when everyone else is fast asleep. ദൈവമായ യഹോവ മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിപ്പാനിടയായി തീർന്നു. And then the Lord God called out to Adam and said, where are you? ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരും വിളിച്ചു ചോദിക്കുകയാണ്, നീ എന്തുമാത്രം ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്നിട്ടുണ്ട്, അതോ നീ ദൈവസന്നിധി വിട്ട് ഓടി ദൂരെ മാറി നിൽക്കുകയാണോ എന്ന്. Today the Lord God is calling out to you, how close are you to me, to my presence, or are you trying to hide from me? അവർ പാപം ചെയ്തു മുഖാന്തരം ഏതേൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി ഗേറ്റ്, ഹല്ലേലൂയ, ദൂതന്മാരെ ഏൽപ്പിച്ച് അടയ്ക്കുവാനിടയായി തീർന്നു. And because of the sin of Adam and Eve, the door to the gates to the Garden of Eden was closed, and the angels of the Lord stood guard in front of it. ഹല്ലേലൂയ. എന്നാൽ ദൈവമായ കർത്താവ് ഇരുന്നില്ല. മൂന്നാമത്തെ കൂട്ടായ്മ കാണുവാനിടയായി തീരും. ഫിലിപ്പിയർ 2:6 കാണുവാനിടയായി തീരും. സ്വർഗത്തിലെ കൗൺസിൽ കൂടി തീരുമാനിക്കുവാനിടയായി തീർന്നു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആര് ഭൂമിയിലേക്ക് കടന്നു പോകുമെന്ന്. But the story of the fellowship of man with the Lord God does not end there. If we turn ourselves to Philippians chapter 2 verse 6, we can see the Lord conferring within the Trinity who should go down to the heaven. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ കടന്നു പോകാമെന്ന്. And Jesus said, I will go down to the earth. നമുക്ക് ആ വാക്യം വായിക്കാം. Let us read that verse. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. Who being in the form of God did not consider it robbery to be equal with God, but made himself of no reputation, taking the form of a bondservant and coming in the likeness of men. And being found in appearance as a man, he humbled himself and became obedient to the point of death, even the death of the cross. ഹല്ലേലൂയ. ദൈവരൂപത്തിലിരുന്ന ദൈവമായ കർത്താവ് എന്നറിയാമോ, താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് തന്നെ താനെ താഴ്ത്തി ഒരു മനുഷ്യന്റെ വേഷം ധരിച്ച് മറിയയുടെ ഗർഭപാത്രത്തിൽ ഉരുവായി, ഹല്ലേലൂയ, ജനിക്കുവാനിടയായി തീർന്നു. And Jesus Christ, who had all the privileges of God, came down to this earth, took on the appearance of man, and was born in his earthly form as a child of Mary. എന്നറിയാമോ, തന്നെ താനെ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി, ഹല്ലേലൂയ, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീരുവാനിടയായി തീർന്നു. And he humbled himself and became obedient to death, even the death of the cross. എന്തിനെന്നറിയാമോ, എന്നെ നിങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടി. Why did he do that? So that he could redeem you and me. ആദാം വർഗ്യം പാപം ചെയ്ത് ദൈവസന്നിധി അകന്നു പോയപ്പോൾ ഓമനകുമാരനായ കർത്താവിനെ ഭൂമി താലലോകത്തിലേക്ക് അയച്ച് നമ്മൾ ഓരോരുത്തരെയും ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് മാടി വിളിക്കുവാനിടയായി തീർന്നു.
as the race of Adam stepped away from God, the beloved Prince of Heaven came down and called us back to him. ദൈവത്തിന്റെ വചനം കേൾക്ക് ദൈവമക്കളോട് ഓർപ്പിക്കാനുള്ളത്, ഞാനൊരു പാപിയാണ് കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെന്ന് ആര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെയിലേക്ക് ദൈവമായ കർത്താവ് ഇറങ്ങി വരുവാനിടയായി തീരും. Today I want to remind you, children of God, if any one of you is willing to speak to the Lord saying, Lord, I am a sinner, can you come down to me? Then the Lord is gracious enough to come into your hearts. ഹല്ലേലൂയ. യഹൂദന്മാരുടെ ഇടയിലേക്ക് വന്നു, സ്വന്തമായ ഒരുവനെ കൈക്കൊണ്ടില്ല, അവനെ ക്രൂശിക്കുവാനിടയായി തീർന്നു. He came into those he considered his own, to the race of Jews, but they rejected him. എന്നാൽ ഏറ്റവും അവസാനത്തെ നാലാമത്തെ ഒരു കൂട്ടായ്മയുണ്ട്, അതാണ് നമ്മൾ ഓരോ ദിവസവും നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നത്. But there is another more superior form of fellowship to which we all look forward to. യേശുവിനോടൊപ്പം നമ്മൾ മധ്യാകാശത്ത് വെളിപ്പെടുവാൻ സമയം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. The time is at hand where we will appear in fellowship with the Lord in the heavens. 1 തെസ്സലോനിക്കർ 4:16 വാക്യം വായിക്കാം. Let's go to 1 Thessalonians chapter 4 verse 16 please. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ഇരിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. For the Lord himself will descend from heaven with a shout, with the voice of an archangel, and with the trumpet of God, and the dead in Christ will rise first. Then we who are alive and remain shall be caught together with them in the clouds to meet the Lord in the air, and thus we shall always be with the Lord. പ്രധാന ദൂതനായ മീഖായേലിനോടൊപ്പം, ഹല്ലേലൂയ, സ്തോത്രം, മധ്യാകാശത്ത് കടന്നു വന്ന് കാഹളത്തിന്റെ ശബ്ദം ധ്വനിക്കുവാൻ സമയം ഏറ്റവും ആസന്നമായി. The time is at hand when the Lord Jesus Christ will come down from heaven with the company of the archangel Michael and blow his trumpet. ഈ പ്രാവശ്യം വരുന്നത് സാധാരണ വ്യക്തിയായിട്ടല്ല, രാജാതി രാജാവും കർത്താതി കർത്താവും, ഹല്ലേലൂയ, താൻ മാത്രം അമർത്തിയുള്ള ദൈവം വെളിപ്പെട്ടു വരുവാൻ ഏറ്റവും സമയം ആസന്നമായി. എത്ര പേർ വിശ്വസിക്കുന്ന കരങ്ങളിൽ എത്ര സ്തോത്രം കൊടുത്താട്ടെ. ഹല്ലേലൂയ. But this time he is not coming down as a humble man, but rather he is coming down as a mighty prince in glory, and he alone is immortal. കർത്താവിന്റെ ഗംഭീരനാദമുള്ള ശബ്ദത്തോടും, ഹല്ലേലൂയ, സ്തോത്രം, പ്രധാന ദൂതന്റെ കാഹളത്തോടും സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുവാനിടയായി തീരും. And he will come down with a shout, with the voice of an archangel, and with the great trumpet of God. ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്ന മരിച്ചു മൺമറഞ്ഞ അനേക വിശുദ്ധന്മാർ UK-യിലും ഇന്ത്യയിലും ലോകത്തിന്റെ പല ഭാഗത്തും കിടപ്പുണ്ട്. കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇതുവരെ ടെക്നിക്ക് മനുഷ്യർക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്നാൽ ദൈവമായ കർത്താവ് പറയുകയാണ്, കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ കടലിലായിരുന്നാലും കരയിലായാലും എവിടെയായിരുന്നാലും അവരെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരും. അവർ ആത്മാവ് സ്വർഗത്തിലേക്ക് കയറി ചെല്ലുവാനിടയാകും. And those who rise first will be the saints who died in holiness in the presence of Christ. And human beings cannot understand this, but the Lord knows how to do this, and they will rise first. അടുത്ത് എഴുതിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ഹൃദയത്തിലോട് കൈവച്ചെന്ന് പറഞ്ഞേ, പിന്നെ ജീവനോട് ശേഷിക്കുന്ന ഞാൻ അവനോടൊപ്പം, ഹല്ലേലൂയ, എവിടെ? മധ്യാകാശത്ത് അടുത്തൊരു കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ സമയം ഏറ്റവും ആസന്നമായി. ഇന്ന് പൽക്കാലം ഞാനും നീയും അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ഓർക്കുവാനിടയായി തീരണം. So today let us examine ourselves and see if we who are alive are qualified to be caught up with him in the heavens when we are called to the rapture. Praise the Lord, hallelujah. ലോക സംഭവങ്ങൾ അത് വിളിച്ചു പറയുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന അത്തി അതിൽ തളർത്തിരിക്കുകയാണ്. ലാലിലോ ഭാരമുള്ള ഒരു കല്ലായി ഇസ്രായേൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ലോക രാജ്യങ്ങളും ഇസ്രായേലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. The time for this is at hand. If you look to the nation of Israel, it has ripened as if it is a fig tree, and the time and all of the world is looking towards Israel. അത്തിയെ നോക്കി രൂപ പഠിപ്പിക്കാൻ യേശു കർത്താവ് പറയുവാനിടയായി. അതിൻ്റെ ഇല തളുക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ലോക രാജ്യങ്ങളിലേക്ക്, ഹല്ലേലൂയ, മറ്റ് രാജ്യങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കാത്തൊരു അവസ്ഥയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. And today the nation of Israel is standing against every other nation and will not obey any one of them. And it is as the Lord said, look to the fig tree and learn from it. വചനത്തിന്റെ നിവൃത്തി ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ടിവിയോ ഇന്റർനെറ്റോ ലൈവ് സ്ട്രീമിങ്ങോ ഒന്നുമില്ലാത്ത സമയത്ത് 2 സാക്ഷികൾ കടന്നു വരും. ലോകത്തിലുള്ള എല്ലാവരും കാണുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ 2025 വർഷം മുമ്പ് എഴുതി വെച്ചത്, ഹല്ലേലൂയ, നിറവേറുവാനിടയായി പോവുകയാണ്. And the world events are proclaiming that this time is at hand. The book of Revelation, which was written before any form of modern communication like television or live streaming or the internet, said that the 2 witnesses will be seen by all of the world. But today we can see this happening. ഇപ്പോൾ നമ്മൾ ഇസ്രായേലിൽ, ലോക രാജ്യങ്ങൾ, അമേരിക്കയിൽ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് നമ്മുടെ മൊബൈലിലും ടിവിയിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സ്വർഗത്തിൽ നിന്ന് 2 സാക്ഷികൾ ഇറങ്ങി വന്ന്, ഹല്ലേലൂയ, വചനം സംസാരിക്കുവാൻ ഇടയായി തീരും. അവരെന്നറിയാമോ? അവരെ കൊന്ന്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം,
മാത്രം ഭൂമിയിൽ കിടക്കും, അത് ലോകരാജ്യങ്ങൾ മുഴുവനും കാണുവാനിടയായി തീരും. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. Today, we can follow the events wherever in the world, whether it's US or Israel, through our phones and other modern means of communication. So the two witnesses who will come down from heaven will proclaim their word against the world, and they will be martyred, and the whole of the world will see it. നമ്മളെ കൂട്ടായ്മയിലേക്ക് വിളിച്ചത് ദൈവമായ കർത്താവാണ്. 1 കൊരിന്ത്യർ 1-ാം വാക്യം വായിക്കാം. മനുഷ്യർ വിളിച്ചാൽ, ഞാൻ വിളിച്ചാൽ പലപ്പോഴും എന്നിൽ കുറവ് കാണുമ്പോൾ നിങ്ങൾ മാറിപ്പോകും, എന്നാൽ ദൈവം വിളിച്ചാലുണ്ടല്ലോ ഒരിക്കലും മാറിപ്പോകത്തില്ല. വാക്യം. Let's go to 1 Corinthians chapter 1 verse 9, where we see that it was God himself who has invited us into this fellowship. If it is a man who's inviting you, his word might change. But if it's the Lord inviting you, his word will not change. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നു ദൈവം വിശ്വസ്തൻ. ദൈവമായ കർത്താവാണ് നമ്മളെ കൂട്ടായ്മയിലേക്ക് വിളിക്കുവാനിടയായി തീർന്നത്. The Lord has called us the Lord himself has called us into this fellowship. മനുഷ്യൻ പലപ്പോഴും വിശ്വസ്തനല്ലാതിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. While human beings are often faithless, the Lord who has called us is faithful. ആ ദൈവം വാക്കുമാറുന്ന ദൈവമല്ല. And he does not change his promises. വഴിയിലിട്ടേച്ചു പോകുന്ന ദൈവമല്ല. He does not leave you by the side of the road. ഹല്ലേലൂയ. 40 ലക്ഷത്തിലധികം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ ഇട്ടേച്ചു മാറിപ്പോയി. എനിക്ക് നീ ചെങ്കടലിൽ കടന്നു വന്നപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഒരു ദൈവത്തെ അല്ല ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. ചെങ്കടലിന്റെ മധ്യത്തിലും ഇറങ്ങി വന്ന് ആഴിയെ രണ്ടായി മാറ്റി അതിലൂടെ നടന്നുപോയ ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മധ്യയിലാണ് ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളും ഇരിക്കുന്നത്. കരങ്ങളെ അടിച്ച് അല്പ മിനിറ്റുകൾ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് വിളിച്ച ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവന്. ഇന്ന് പൽക്കാലം അവന്റെ ശക്തി, അവന്റെ ബലം ഇന്ന് പൽക്കാലം രുചിച്ചറിയട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയം. The Lord who has called us is faithful, and today let us experience his power and might. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ എനിക്ക് ഇത്രത്തോളമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ പുറകോട്ട് പോകും. ദൈവം വിളിച്ചാൽ ഒരിക്കലും പുറകോട്ട് പോകത്തില്ല, മുന്നോട്ട് പോകും എന്നുള്ള ഇമ്പ ശബ്ദം എൻ്റെ നിന്റെ കാതിന്മേൽ കേൾക്കുവാനിടയായി തീരും. If you have invited someone to go on a journey with you, and if you face trials and tribulations, you will say, I can go this far with you, I cannot go any further. But if the Lord has called you on a journey, then he will guide you to the very end of it. ബില്ലിഗ്രാം ഒരിക്കൽ ആത്മീയ കൂടിക്കാഴ്ചയെ പറ്റി പ്രകാരം പറയുവാനിടയായി തീർന്നു. ആത്മീയ കൂടിക്കാഴ്ച എന്നുള്ളത് ഒരു ദൈവവേദന്റെ ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന്. The great evangelist Billy Graham once spoke of spiritual encounters. He said it is an indescribable part of the journey of a believer. നമ്മൾ രക്ഷിക്കപ്പെടുന്ന ഒരു സമയത്ത് മാത്രമല്ല സംഭവിക്കേണ്ടത്, തുടർമാനം ദൈനംദിന ജീവിതത്തിൽ ദൈവമായിട്ടുള്ള കൂടിക്കാഴ്ച നമുക്ക് ആവശ്യമാണ്. We do not need a spiritual encounter that is a one-time event, but rather we need a continuous spiritual encounter with the Lord. ഹല്ലേലൂയ. പഴയ നിയമത്തിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ മോശയെ പറ്റി കാണുവാനിടയായി തീരും. കർത്താവ് ദാസൻ കയറിയെന്ന് പറഞ്ഞു, മോശ സ്റ്റെപ്പ് കയറിയതുപോലെ ഹല്ലേലൂയ വരുവാനിടയായി തീരുന്നല്ലോ എന്ന്. As previous pastor said, Moses had an encounter with the Lord, and as he climbed up the steps, he felt like as if he was having an encounter as Moses did. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മോശയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ 120 വർഷക്കാലം മോശ ജീവിക്കുവാനിടയായി തീർന്നു. When we come to Deuteronomy chapter 34, we can see that Moses lived to be 120 years old. ഹല്ലേലൂയ. വായിച്ചേ Verse 7 please. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണുമങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. എന്തെന്നറിയാമോ? അവൻ ദൈവത്തോടു കൂടെ നടക്കുന്നവനായിരുന്നു, ദൈവത്തോടൊപ്പം സംസാരിക്കുന്നവനായിരുന്നു. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ കടന്നുചെന്ന് ദൈവത്തോടൊപ്പം ഉപവാസത്തിൽ പ്രാർത്ഥന ഇരിക്കുന്നവന്റെ ദേഹം ക്ഷയിക്കത്തില്ല, കണ്ണു മങ്ങത്തില്ല. അവനോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുവാനിടയായി തീരും. We read that Moses' eyes were not dim, nor his natural vigor diminished. Why was this so? Because a man who spends time with God, who spends his time fasting and praying before the Lord, and spending time in the presence of the Lord, will have all of his powers completely undiminished. മോശയുടെ ജീവിതത്തെ നമുക്ക് മൂന്നായിട്ട് തിരിച്ച് പഠിക്കുവാനിടയായി തീരും. ആദ്യത്തെ 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിലായിരുന്നു. പ്രവൃത്തി 7:23 നമുക്ക് വായിക്കാം. If we examine the life of Moses, you can divide it into 3 different time periods. Let us go to Acts. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് മനസ്സിൽ തോന്നി.
അല്ലെങ്കിൽ 40 വയസ്സ് ആയപ്പോഴാണ് അതുവരെ ഫറവോന്റെ കൊട്ടാരത്തിൽ വളരുവാനിടയായി 40 വർഷം കഴിഞ്ഞപ്പോഴാണ് സഹോദരന്മാരെ കാണുവാൻ കടന്നുപോയത്. Moses spent the first 40 years of his life in the palace of the Pharaoh, and it was after this 40 years that he wanted to see his natural brothers. പിന്നീടുള്ള 40 വർഷക്കാലം മിഥ്യാനിലായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 7:30 കാണുവാനിടയായി തീരും. In Acts chapter 7 verse 30, we see that in the next 40 years of his life, he spent his life in the land of the Midian. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. And when 40 years had passed, an angel of the Lord appeared to him in a flame of fire in a bush in the wilderness of Mount Sinai. യിത്രോവിന്റെ ആടിനെ മേയിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവ് അവനെ പ്രത്യക്ഷനാകുവാനിടയായി തീർന്നു. As Moses was tending to the flock of his father-in-law Jethro, the Lord came down to him and he had an encounter with the Lord. അടുത്തത് മരുഭൂമിയിൽ വെച്ച് അടുത്ത 40 വർഷം അപ്പോസ്തലപ്രവൃത്തി 7:36 നമുക്ക് വായിക്കാം. In Acts chapter 7 verse 36, we can see that he spent the next 40 years of his life in the wilderness. അവൻ മിസ്രൈമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്തു അവരെ നടത്തിക്കൊണ്ടുവന്നു. He brought them out after he had shown wonders and signs in the land of Egypt and in the Red Sea and in the wilderness 40 years. 40 വർഷക്കാലം മാത്രം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തോട് ഒപ്പം അവൻ നടക്കുവാനിടയായി തീർന്നത്. And this 40 years he spent exclusively with the Lord. ഇന്ന് പൽക്കാലം നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ എത്ര വർഷം ഹല്ലേലൂയ പാഴായി പോയി. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കണം, ഇനി മുതൽ ദൈവത്തോടൊപ്പം നടക്കുവാനിടയായി തീരണം. Today let us examine ourselves and see if we have wasted any of our time that we could have spent with the Lord, and now let us resolve to spend the rest of our days with the Lord. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മിദ്യാനിലെ പുരോഹിതനായ അമ്മായിപ്പന്റെ യിത്രോവിന്റെ ആടിനെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിൽ എവിടെയെന്നറിയാമോ? ഹല്ലേലൂയ, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ ചെല്ലുവാനിടയായി തീർന്നു. In Exodus chapter 3 verses 1 onwards, we can see that while Moses was tending to the flocks of his father-in-law Jethro, he reached as far as the Mount Sinai, the mountain of God. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ കടന്നു ചെന്നപ്പോൾ ദൈവമായിട്ട് എൻകൗണ്ടർ ഉണ്ടാവാനിടയായി തീർന്നു. And as he reached the mountain of God, the Horeb, then he had an encounter with the Lord there. രണ്ടാമത്തെ വാക്യം വായിക്കാം. Let's go to ഇവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ചു കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. And the angel of the Lord appeared to him in a flame of fire from the midst of a bush. So he looked, and behold, the bush was burning with fire, but the bush was not consumed. കഴിഞ്ഞ 40 വർഷം കാണാത്ത ഒരു കാര്യം അവന്റെ കണ്ണിന് മുമ്പിൽ കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അനേകം മുൾപടർപ്പ് നിൽപ്പുണ്ട്, അത് കത്തിപ്പോ ചാമ്പലാവാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കാഴ്ച വ്യത്യസ്തമായ കാഴ്ചയാണ്. അത് കത്തുന്നുണ്ടെങ്കിലും അത് താഴെ പോകുന്നില്ല. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്, കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും തീച്ചൂളകളും എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുന്നത് ഉണ്ടെങ്കിലും ദൈവമായ കർത്താവ് ഓർപ്പിക്കുന്നു, ഇന്നും താഴെ പോകാതെ ചാമ്പലായിരിക്കെ തീരാതിരുന്നത് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. And Moses saw something in that burning bush that he had not seen in the previous 40 years in the wilderness. He had seen many bush fires, but all those bushes were consumed in the fire. But in this particular instance, the bush continued to burn, yet it was not consumed. And today, if you are going through trials and tribulations that feel like a consuming fire to you, then I want to remind you, children of God, that it is the grace of Lord alone that keeps you from being consumed. ഇതുവരെയും കാണാത്ത കാഴ്ചയാണ്. അതിന്റെ നടുക്ക് ഒരു ദൈവപുത്രൻ പ്രത്യക്ഷനായിരിക്കുന്നു. And he saw something that he had not seen hitherto. That was the Son of God being present in that burning bush. ഹല്ലേലൂയ. അവൻ അടുത്ത് എന്ന് കഴിഞ്ഞപ്പോൾ അത് വിളിക്കുവാനിടയായി തീർന്നു. മോശേ മോശേ എന്ന് വിളിക്കുവാനിടയായി തീർന്നു. And as Moses approached the burning bush, it called out to him, Moses, Moses. ഇന്ന് പൽക്കാലം ദൈവത്തിന് നമ്മുടെ പേരറിയാം. Today I want to remind you, children of God, that the Lord knows your name. നിങ്ങളുടെ പാസ്റ്റർക്ക് സഭയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളോട്ട് വലിയവരുടെയും പേരറിഞ്ഞില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ജീവിക്കുന്ന ദൈവമാണ്. Today, even if your pastor does not know the name of every single person in your church, your Lord knows your name. ആ ദൈവം എന്നറിയാം നമ്മുടെ ഹൃദയത്തിലെ നൊമ്പരങ്ങളും വേദനകളും ഒപ്പിയെടുക്കുന്ന ദൈവമാണ്. And he is a God who knows intimately your pains and your troubles. വെള്ളത്തിൽ ഒരു സ്പോഞ്ച് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ആഗ്രഹിച്ചെടുക്കുന്നത് പോലെ നമ്മുടെ വേദനകളും പ്രയാസങ്ങളും നെടുവീർപ്പുകളെ പോലും അറിയുന്ന ഒരു ദൈവത്തെയാണ് ഇത് പൽക്കാലം ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്.
as a sponge blots out all the water surrounding it, so the Lord wants to blot out all the pains and sorrows in your life. ഹല്ലേലൂയ. മോശെ മോശെ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ ശബ്ദത്തിന് മുമ്പ് പറയാണ് അടിയൻ ഇതാ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു. And as Moses heard the word of God calling out to him, Moses, Moses, he submitted himself and said, here I am, Lord. അഞ്ചാമത്തെ വാക്യം വായിക്കുന്നത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയായാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളയുക. And in verse 5 we see Moses being told, do not draw near this place, take your sandals off your feet, for the place where you stand is holy ground. ദൈവത്തിന്റെ മുഖം കാണുവാനും ദൈവത്തോട് അടുത്ത് വരുമ്പോൾ എന്താണ് പറയാമോ, നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന ദൈവത്തിന് ഹിതമില്ലാതെ നിൽക്കുന്ന അല്ല ചെരുപ്പ് പോലെ പാപമാകുന്ന പ്രവൃത്തി ഉണ്ടെങ്കിൽ അഴിച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ ആ ദൈവത്തിന്റെ തേജസ് നമുക്ക് കണ്ട് ഹല്ലേലൂയ അവന്റെ മനോഹരത്വം കണ്ട് അവന്റെ മന്ദിരത്തിൽ അവനോടൊപ്പം ധ്യാനിക്കുവാൻ പറ്റത്തുള്ളൂ. When you come close to the presence of the Lord, you have to remove any hindrances in your heart, just as Moses took away his unholy sandals away from him. Only then can you enjoy his holy presence. എന്നറിയാമോ, നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാണ്. ആ ദൈവം വിശുദ്ധനായ ആയതുകൊണ്ട് നമ്മൾ വിശുദ്ധരായി തീരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. And why should we do that? Because the Lord our God is a holy God, and he desires that we be holy as he is holy. ഹല്ലേലൂയ. ആ ദൈവമായ കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നത് അറിയാമോ, നമ്മുടെ മുഖം പ്രകാശിക്കുവാനിടയായി തീരും. And as we come close to his presence, his glory will shine through on our face. ഹല്ലേലൂയ. താഴോട്ടുള്ള വാക്യങ്ങൾ കാണുവാനിടയായി തീരുന്നത് ഹല്ലേലൂയ സ്തോത്രം. അവന് ഹല്ലേലൂയ മലയിൽ കടന്നുപോയി 40 ദിവസം ദൈവത്തോടൊപ്പം ഉപവസിച്ച് പ്രാർത്ഥിച്ച് കടന്നപ്പോൾ അവന്റെ മുഖം പ്രകാശിക്കുവാനിടയായി തീർന്നു. As we read the succeeding verses, we can see that the face of Moses shone brightly as he spent 40 days and 40 nights in the presence of the Lord on Mount Horeb. ഉൽപ്പത്തി പുസ്തകം 34 അധ്യായത്തിന്റെ 28 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാനിടയായി തീരും. We can see that in Genesis chapter 34. അവൻ ഹല്ലേലൂയ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും ഹല്ലേലൂയ ദൈവത്തോടൊപ്പമായിരുന്നു. He spent 40 days and 40 nights with the Lord without food or drink. ഹല്ലേലൂയ. അവിടെ കാണുവാനിടയായി തീർന്നത് അവൻ അങ്ങോട്ട് കടന്നു പോയപ്പോൾ മുഖമൊന്നും തേജസ്സില്ലാതെ അനേക വിഷമത്തോട് പ്രയാസത്തോടായിരുന്നു. എന്നാൽ 40 ദിവസം 40 പകൽ ഇരുന്നപ്പോഴെന്നറിയാമോ അവന്റെ മുഖം പ്രകാശിക്കുവാൻ തുടങ്ങി. And as he went up the mountain, he went there with many problems and trials and with a sullen face. But when he came down with a glorious and shining face. ഇന്ന് പൽക്കാലം ഈ ഹോളിലേക്ക് കടന്നു വന്നപ്പോഴത്തെ വാതിലൂടെ കടന്നു വന്നപ്പോൾ അനേക വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ അലട്ടുന്ന അനേക കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ആ ദൈവത്തിന്റെ മുഖപ്രകാശം നിങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് വാടിയ മുഖത്തെ മാറി സന്തോഷത്തോടെ ബലത്തോടെ ഈ ഹോളിൽ നിന്ന് കടന്നു പോകുവാനിടയായി തീരും. Today you might have come to this venue with a heavy heart and a sullen face, but as you are gathered here, the glory of God will come down upon you and you will go back home to your homes rejoicing. Praise the Lord. നമ്മുടെ ചുറ്റുപാട് ഈ ടോർക്കയിലും ഹല്ലേലൂയ സ്തോത്രം പ്ലിമത്തിലും ബാൻസ്റ്റാപ്പിലൊക്കെ നോക്കുമ്പോൾ അനേകം പേര് പാപത്തിൽ കഴിയുകയാണ്. മദ്യത്തിനും മയക്കുമരുന്ന് വെറുക്കൂത്തിനും അടിമപ്പെട്ട് ജീവിക്കുന്ന അനേകം പേരുണ്ട്. ഹല്ലേലൂയ. ഈ ലോകപ്രകാരം ജീവിക്കുന്ന അനേകം പേരുണ്ട്. നമ്മുടെ മുഖം പ്രകാശിച്ചു ദൈവത്തോടൊപ്പമാണെന്ന് പറഞ്ഞ് നടന്നാൽ പോരാ, അവരെ കൂടെ വിളിച്ചുകൊണ്ട് വരുവാനിടയായി തീരണം. As you look around you in Torquay, in Barnstaple and in Plymouth, you will see many people who are addicted to many substances and alcohol and who are living in darkness. But when the glory of the Lord shines upon your face, do not keep it to yourself, but rather share this glory with the people around you and lead them to the light. 28ാമത്തെ വാക്യത്തിൽ വായിക്കുവാനിടയായി തീർന്നത് അത് മാത്രമല്ല, ഹല്ലേലൂയ 10 കൽപ്പന അവന്റെ കയ്യിൽ കൊടുക്കുവാനിടയായി തീർന്നു. And as you continue reading that portion, you will see that the Lord did not stop there, but rather gave him the 10 commandments to pass on. ദൈവമായിട്ട് നീ കൂട്ടായ്മ ആചരിക്കാൻ ചെല്ലുമ്പോൾ ഹല്ലേലൂയ നിനക്കില്ലാത്ത നീ അറിയാത്ത ചില വൻ കാര്യങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മറഞ്ഞിരിക്കുന്ന മറ്റാർക്കും കൊടുക്കാത്ത മാന്യവും ശ്രേഷ്ഠമേറിയ ചില കാര്യങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. And as you come close to the Lord desires to give you things and mysteries of the Bible that he has not hitherto shared with anyone else before. നമ്മളെല്ലാവരും ബിസിയുള്ളവരാണ്. ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. 24 മണിക്കൂർ എല്ലാവർക്കും ഉള്ളൂ. അല്പസമയം മാറ്റിവെച്ച് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കി അവന്റെ മുഖം കണ്ട് ആരാധിക്കുന്നുവെങ്കിൽ നമ്മുടെ മുഖം വാടുവാനിടയാകത്തില്ല.
We all have busy schedules in our lives, but if we all only have 24 hours between us to use in a day. So if you are willing to spend some time with the Lord, then the Lord is faithful enough to give you what you need. അടുത്തൊരു വ്യക്തിയാണ് ഹാനോക്ക്. 365 സംവത്സരം ജീവിച്ചിരിക്കുവാനിടയായി തീർന്നു. And let us examine the life of Enoch, who lived for 365 years. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം വായിക്കാം. Let us go to Genesis chapter 5 verse 24, please. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. And Enoch walked with God, and he was not, for God took him. ഈ തലമുറയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ തിരയുകയാണ് ദൈവത്തോടൊപ്പം നടക്കുവാൻ. Even in this generation, the Holy Spirit of the Lord is searching for people who are willing to walk with him. ഹാനോക്കിന് കുടുംബമുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, എല്ലാം ബാധ്യത ഉണ്ടായിരുന്നു. എന്നാലും അവനുണ്ടായിരുന്നു ദൈവത്തോടൊപ്പം എല്ലാ ദിവസവും നടക്കുമായിരുന്നു. Enoch had a family, Enoch had children and responsibilities, but yet he walked with the Lord every single day of his life. എൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞാനും നീയും ദൈവത്തോടൊപ്പം നടന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നിന്നെ വിളിക്കുവാനിടയായി തീരും. And our Lord is a special God. If you walk with him, he will one day call you up into his presence. ദൈവമക്കളുടെ പ്രത്യാശ അതാണ്. കാഹളം ധ്വനിക്കുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം വിട്ടിട്ട് പോകേണ്ടവരാണ്. And this is the sure and certain hope that each one of us as children of God enjoy in the presence of the Lord. One day as the trumpet of God sounds, we will leave everything on this earth and join him. ഈ തലമുറയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ചാർലി കിർക്ക്. എത്ര പേര് കേട്ടിട്ടുണ്ട്? അമേരിക്കയിൽ ശക്തമായി സുവിശേഷം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. How many of you have heard of Charlie Kirk, who stood for the gospel in this generation? താൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ലോകം തന്നെ പറ്റി അധികമായി അറിയുവാനിടയായി തീർന്നത്. But yet he became more famous in death than he was ever in life. നമ്മുടെ ഈ ജീവിതം ദൈവമായ കർത്താവും പല ദേശത്തും പല സ്ഥലത്തും നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നത് ക്രിസ്തുവിന് വേണ്ടി ഒരു സാക്ഷിയാകുവാൻ വേണ്ടിയാണ്. The Lord has gathered here from many nations and many countries so that you will be a witness to him. നാം എന്തുമാത്രം ചെയ്തിട്ടുണ്ട്. ചിലർക്ക് പാടുവാനായിരിക്കാം, ചിലർക്ക് ദിവസം നിന്ന് പ്രാർത്ഥിക്കുവാനായിരിക്കാം, ചിലർക്ക് ട്രാക്ട് കൊടുക്കുവാനായിരിക്കാം. ഓരോ ദൗത്യം ദൈവം എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. The Lord has given you a task that is according to the talents that he's given you. Some of you may be able to sing, some of you may be able to preach the gospel, some of you may be able to pass on a tract to someone else. മത്തായി സുവിശേഷം 17:1 കടന്നു വരുമ്പോൾ യേശു പത്രോസും യാക്കോബും സഹോദരൻ യോഹന്നാനും ഒരുമിച്ച് ഉയർന്ന ഒരു മലയിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. When we come to Matthew chapter 17 verse 1 onwards, we can see that Jesus went up a mountain with Peter, James and John his brother. അവിടെ മുൻപാകെ രൂപാന്തരപ്പെടുവാനിടയായി അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുവാനിടയായി തീർന്നു. And Jesus' body was transfigured in their presence, and his face shone like the sun. അവന്റെ വസ്ത്രം ഹല്ലേലൂയ സ്തോത്രം വെണ്മയായി തീരുവാനിടയായി തീർന്നു. And his clothes became as white as the light. അത് മാത്രമല്ല മോശെ ഏലിയാവ് കടന്നു വന്ന് സംസാരിക്കുന്നത് കാണുവാനിടയായി തീർന്നു. And they saw Jesus conferring with Moses and Elijah. ഹല്ലേലൂയ. പത്രോസ് പറയാണ് ഇവിടെ ഇരിക്കുന്നത് എത്ര നല്ലതാണ്. And Peter said, Lord, it is good for us to be here. ഹല്ലേലൂയ. ദൈവത്തോടൊപ്പം അവന്റെ മുഖം കണ്ട് ആരാധിക്കുന്നത് എത്ര സന്തോഷമുള്ളതാണ്. How joyous it is to be in the presence of the Lord and worship ഇതുപോലെ him. കാലം നമ്മുടെ പ്രത്യാശ ഒന്ന് വർദ്ധിക്കുമാറാകട്ടെ. ഈ കഷ്ടങ്ങളും ഭാരങ്ങളും വേദനകളും ഒക്കെ തികഞ്ഞിട്ട് അവനോടൊപ്പം മുഖാമുഖം ആരാധിക്കാൻ പോവുകയാണ്. Today, let us put away our sadness and sorrows, and let us praise and worship him. നമുക്ക് എല്ലാവർക്കും ദിവസത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. Can everyone stand up in your places? നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. Let us submit ourselves in the presence of the Lord. ഹല്ലേലൂയ. ദൈവമായിട്ടൊരു കൂട്ടായ്മയിൽ ഞാൻ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചാട്ടെ. Let us examine ourselves and see if we have been lacking in our fellowship with the Lord. ദൈവം ആഗ്രഹിക്കുന്നു നമ്മോടൊപ്പം ചേർന്ന് വരുവാൻ. The Lord desires that we be together with him. ആരാ ദൈവത്തെ കാണുന്നറിയാമോ? മത്തായി 5:8 കാണുന്ന ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുവാനിടയായി തീരുമെന്ന്. As we see in Matthew chapter 5 verse 8, only those who are in pure of heart will see the Lord. ഹല്ലേലൂയ. ദൈവമായിട്ടുള്ള കൂടിക്കാഴ്ച നമ്മുടെ ജീവിതം മാറ്റുവാനിടയായി തീരും. And an encounter with the Lord will transform your lives. ഹല്ലേലൂയ. ദൈവം രണ്ടാമത് നമ്മൾ പറയുന്നത് നമ്മൾ കേൾക്കുവാൻ തയ്യാറായിരിക്കണം. But we must be attentive to hear what he is speaking to us. അനുസരണ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ദൈവമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് പറ്റത്തുള്ളൂ. We can only have an encounter with the Lord if we have a spirit of obedience within us. ദൈവമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് അടുത്ത് വേണ്ടത് പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും നമുക്ക് ആവശ്യമാണ്. Next, we need an attitude of prayer and an attitude of submission. ആത്മീക പ്രത്യാശയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങൾ ഒരുങ്ങുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. Let us prepare ourselves with an attitude of hope. ദൈവസന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ച കർത്താവേ എൻ്റെ കുറവുകളെ കുറ്റങ്ങളെ ക്ഷമിക്കുമാറാകണമേ. Let us pray to the Lord. Lord, I want forgiveness for all the sins I've committed. എല്ലാ ദിവസവും നിന്നോടൊപ്പം കൂട്ടായ്മ ആചരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I desire to have an encounter with you every single day of my life. എത്ര പേര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു? How many of you are willing to make this prayer? ചില തീരുമാനം പ്രതീക്ഷ എടുത്തിട്ട് ഇവിടുന്ന് പോകാവൂ. Let us take a promise before the Lord and take a decision before him. അല്ലെ ലോകത്തിലുള്ള മനുഷ്യരോട് സംസാരിക്കുന്ന ഉപരിയായി എൻ്റെ അപ്പച്ചനോട് സംസാരിക്കുന്ന ഏറ്റവും നല്ലതെന്ന് പൽക്കാലം പറഞ്ഞാട്ട്.
Let us say to the Lord, Lord, it is much better for me to be in your presence than to be in anyone else's presence. ലോകത്തിലെ ശബ്ദങ്ങൾ പലപ്പോഴും എന്നെ നിന്നെ നിരാശപ്പെടുത്തുമ്പോൾ ദൈവശബ്ദം നിന്നെ ശക്തീകരിക്കുവാനിടയായി തീരും. As the worldly voices around you often disappoints you, the word of the Lord will encourage you and make you stronger. കാദേശ് മരുഭൂമിയിൽ നടക്കുന്ന ദൈവശബ്ദമാണ് നമ്മൾ കേൾക്കേണ്ടത്. We must listen to that voice which shakes the wilderness of Kadesh. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവശബ്ദം കേൾക്കുവാനിടയായി തീരട്ടെ. We must listen that makes the deer give birth. അവരുടെ മുഖത്തേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചുകൊണ്ടില്ല ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. We read in the book, in the scriptures, that that those who looked to your face were radiant and their faces were not ashamed. ഹല്ലേലൂയ. ദൈവമുഖത്തേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray to the Lord by looking to his സ്വർഗീയ face. പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. Father God, thank you for this time, that good time that you've given us here. ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം. Thank you for this unchanging word that you've given to us. ഇന്ന് പോലെ കർത്താവേ, ഞങ്ങൾ തീരുമാനമെടുക്കുന്നു ദൈവത്തോടുള്ള കൂട്ടായ്മ ഞാൻ വർദ്ധിച്ചു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. Today we take a decision. We want to grow in fellowship with you, Lord. കഴിഞ്ഞ നാൾ എൻ്റെ ജീവിതം തെറ്റുള്ള കുറവുകളെ ക്ഷമിക്കണമേ. Lord, can you please forgive the sins and iniquities that came into our lives in the days past? നിന്റെ തങ്കച്ചോരയാൽ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ. Lord, can you wash me clean with your blood? ദൈവമായിട്ടുള്ള കൂട്ടായ്മ എൻ്റെ ജീവിതത്തിൽ പ്രത്യാശയും ധൈര്യവും ദൈവകൃപയും പകരുന്ന കൃപയ്ക്കായി സ്തോത്രം. Lord, thank you for the strength and the courage and the grace that you've bestowed on us through your blood. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. Thank you for listening to our prayers. In Jesus' name I pray. കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് അന്യഭാഷ ദൈവത്തെ ആരാധിച്ചാട്ട് സന്തോഷത്തോടെ ബലത്തോടെ ദൈവമായ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ വർദ്ധിച്ചു വരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. God bless you. Thank you.